വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവണക്കെണ്ണയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആവണക്കെണ്ണ ശരിയായ രീതിയിൽ എങ്ങനെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ മുടിയെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത് അളവിൽ കൂടുതൽ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ്. എണ്ണ നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് ആദ്യം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതിനായി നമ്മുടെ കൈമുട്ടിന് താഴെ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എണ്ണ കുറച്ചെടുത്ത് ചൂടാക്കുക, അതായത് കാസ്റ്റർ ഓയിൽ എടുത്ത് ചൂടാക്കുക. 2 സ്പൂൺ അളവിലാണ് ഞാനിവിടെ കാസ്റ്റർ ഓയിൽ എടുത്തിരിക്കുന്നത്. മുടികൊഴിച്ചിൽ വരുമ്പോൾ ആവണക്കെണ്ണ ഗുണം ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. മറ്റ് എണ്ണകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ഫാറ്റി ആസിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ മിശ്രിതം അടങ്ങിയ നിരവധി പോഷണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ശിരോചർമ്മത്തിന് ആവശ്യമായ പോഷണം ഇവ നൽകുന്നു. അതുമാത്രമല്ല, വരണ്ട ശിരോചർമ്മം മൂലം കഷ്ടപ്പെടുകയാണെങ്കിൽ ചർമ്മത്തെ ശുദ്ധീകരിക്കാൻ ആവണക്കെണ്ണ വളരെ മികച്ചതാണ്. ധ്രുവീകരിക്കപ്പെട്ടതിനാലാണ് അതിനാൽ ഇത് അഴുക്ക് നീക്കം ചെയ്യുകയും ചർമ്മത്തെ ഫലപ്രദമായി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആവണക്കെണ്ണ നമ്മുടെ തലയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ശിരോചർമ്മത്തിന്റെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന റിനോലോലിക് ആസിഡ് ഉയർന്ന അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുകയും മുടികൊഴിച്ചിൽ അകറ്റുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേശപരിപാലന മാർഗങ്ങളിലെല്ലാം പണ്ട് മുതലേ വെളിച്ചെണ്ണ ഒരു പ്രധാന ഘടകമാണ്. ആയുർവേദം പോലും തലമുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യ ഗുണത്തിനുമായി ശുപാർശ ചെയ്യുന്ന ഏറ്റവും നല്ല ചേരുവകളിൽ ഒന്നാണ് വെളിച്ചെണ്ണ. നമ്മുടെ തലമുടിയിൽ ഉണ്ടാവുന്ന മിക്കവാറും പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും എല്ലാം ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മുടെ മുടിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെളിച്ചെണ്ണ നമ്മുടെ തലമുടിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞ് 5 മുതൽ 7 മിനിറ്റ് വരെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. എല്ലായ്പ്പോഴും ഇത് മുടിവേരുകളിൽ നിന്ന് മുടിയുടെ അറ്റത്തേക്ക് തേച്ച് പിടിപ്പിക്കുക. മുടിയുടെ ഓരോ നുറുങ്ങുകളിലേക്കും ഇത് ചെന്നെത്തണം. കഴുകി കളയുന്നതിന് മുൻപായി കുറഞ്ഞത് 40 മുതൽ 45 മിനിറ്റ് വരെ എണ്ണ തലയിൽ സൂക്ഷിക്കണം. എണ്ണയിലെ ഗുണങ്ങൾ നന്നായി ആഗിരണം ചെയ്യപ്പെടാൻ വേണ്ടിയാണിത്. കഴുകി കളയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മിതമായ ഏതെങ്കിലും ഷാമ്പൂകൾ ഉപയോഗിക്കാം. മുടിയുടെ പരിപാലനത്തിനായി ലളിതമായ രീതിയിൽ ഇത്തരത്തിലൊരു ദിനചര്യ പിന്തുടരുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ കാസ്റ്റർ ഓയിലിൻ്റെയും കോക്കനട്ട് ഓയിലിൻ്റെയും ഗുണം എത്രത്തോളം എന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ ആഴത്തിലുള്ള കണ്ടീഷനിങ് ചികിത്സയായിട്ടും ആവണക്കെണ്ണ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. മുടി വേരുകൾക്ക് എണ്ണ കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറുന്നുവെന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ മുടിയിഴകൾക്ക് ആവി പിടിക്കുന്നതും വളരെയധികം ഫലപ്രദമാണ്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണ നന്നായിട്ടങ്ങ് ചൂടായി പോകും. ഒരുപാടങ്ങ് ചൂടാവേണ്ട, ഒരു ചെറിയ ചൂടോടെ നമുക്കിത് വാങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും നന്നായിട്ട് നമ്മളിവിടെ ചൂടാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ വേറെ ഇനി പണിയൊന്നുമില്ല. ഇനി നമുക്ക് തലയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ മുടിക്ക് വാട്ടർ കണ്ടന്റ് നൽകാനുള്ള മികച്ച മാർഗ്ഗമാണ് മുടിയിൽ എണ്ണ പുരട്ടുന്നത്. അതിനാൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും ആവണക്കെണ്ണ ഉപയോഗിച്ച് മുടി മസാജ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവെണ്ണ പോലെയുള്ള മറ്റ് കാരിയർ എണ്ണകൾ നമുക്ക് ആവണക്കെണ്ണയിൽ കലർത്തി തേക്കാവുന്നതാണ്. ആവണക്കെണ്ണ മറ്റെണ്ണകളേക്കാൾ കട്ടിയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിനാൽ ഇത് കഴുകി കളയുവാൻ കുറച്ച് സമയമെടുക്കും. ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീര്യം കുറഞ്ഞ ഷാമ്പു കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് ഒന്ന് കഴുകി കളയാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് താളിയോ മറ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. നമ്മുടെ തലയിലെ അണുബാധ, താരൻ എന്നിവയ്ക്കും ആവണക്കെണ്ണ വളരെയധികം നല്ലതാണ്. ആവണക്കെണ്ണയിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗസ്, ആൻറ്റി വൈറൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ശിരോചർമ്മത്തിലെ അണുബാധകളും ചൊറിച്ചിലും തുടങ്ങിയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മികച്ച പരിഹാരവും കൂടിയാണിത്. അതിനായി 1 സ്പൂൺ ഒലിവെണ്ണയ്ക്കൊപ്പം 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ എടുത്ത് അര നാരങ്ങയുടെ നീര് അതുമായി കലർത്തുക. ഇത് തലയിൽ നന്നായി തേച്ച് അരമണിക്കൂർ ശേഷം കഴുകി കളയുക. നമ്മുടെ തലയിലെ താരൻ പോവാൻ ഇത് നല്ലൊരു ഉപായമാണ്. അപ്പോൾ കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും ഞാനിവിടെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുടിയുടെ തുമ്പത്തും അറ്റത്തും എല്ലാം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും താളി ഉപയോഗിച്ചോ നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഞാനൊരു 25 മുതൽ 30 മിനിറ്റ് വരെ ഞാനിത് തലയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് കഴുകി കളയുന്നത്.
അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ റിലേറ്റഡ് വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കയറി ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.